നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാനച്ഛൻ്റെ അതിക്രൂരതയിൽ പൊലിഞ്ഞത് ഒരു 12 വയസ്സുകാരൻ്റെ ജീവനാണ്. ആ കുഞ്ഞെ മരിക്കുന്ന നിമിഷം വരെ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയിലാണ് 12 വയസ്സുകാരനെ അതിക്രൂരമായി രണ്ടാനച്ഛൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നാലെ ആ കുഞ്ഞിന്റെ വികൃതമാക്കപ്പെട്ട മൃതദേഹത്തിന്റെ വീഡിയോ ഭാര്യയ്ക്ക് അയച്ചും കൊടുത്തു. പ്രതി പിടിയിലായിട്ടുണ്ട്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയുടെ മൃതദേഹം വെള്ളിയാഴ്ച പുലർച്ചെ ശാസ്ത്രി പാർക്ക് ചൌക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. തലയിലും മുഖത്തും കണ്ണുകളിലും ഗുരുതരമായ പരിക്കുകളോടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഫുട്ബോൾ കളിസ്ഥലത്ത് നിന്ന് മകനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നെന്നും ഭാര്യ ആരോപിച്ചു. വഴക്കിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഭാര്യ പ്രതിയോട് ആവശ്യപ്പെട്ടതാണ് ആ കുഞ്ഞിനെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അതിന് പ്രകോപനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് 12 വയസ്സുകാരന്റെ കൊലപാതക വിവരം വീട്ടുകാർ അറിയുന്നത്. മകന്റെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വാട്സപ്പ് വീഡിയോ കുട്ടിയുടെ അമ്മയ്ക്ക് അജ്ഞാത നമ്പറിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. നിന്റെ മകനെ കൊണ്ടുപോയെന്ന് വീഡിയോയിൽ പ്രതി പറഞ്ഞതായി ഇവർ പറയുന്നു. മകൻ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. അവന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തിരുന്നു. തല അടിച്ചു തകർത്തിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഞാൻ തളർന്ന് വീണു പോകുമെന്ന് തോന്നി. മകനെ കൊല്ലുമെന്ന് മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ ശാസ്ത്രി പാർക്ക് ചൌക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വളരെ വികൃതമാക്കപ്പെട്ട മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. കുഞ്ഞിന്റെ തലയിലും മുഖത്തും കണ്ണുകളിലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതിക്രൂരമായാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വെള്ളിയാഴ്ച 12 മണിക്കാണ് 12 വയസ്സുകാരന്റെ കൊലപാതക വിവരം വീട്ടുകാർ അറിയുന്നത്. ഈ ഒരു വീഡിയോ സന്ദേശം അല്ലെങ്കിൽ ആ ഒരു ചിത്രം കാണുന്നതും കുഞ്ഞിന്റെ അമ്മയാണ്. അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വ്യാഴാഴ്ച ഫുട്ബോൾ കളിസ്ഥലത്ത് നിന്ന് മകനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നെന്നും ഭാര്യ ആരോപിച്ചു. വഴക്കിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ കുഞ്ഞിനെയും അതിക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണമായി കരുതുന്നത്. ഏതായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടണം. കാരണം ഇതിലൊന്നും തന്നെ ബന്ധമില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന കുഞ്ഞിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു, തല അടിച്ചു തകർത്തു. എത്രത്തോളം വേദനയായിരിക്കും ആ 12 വയസ്സുകാരൻ മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ മരിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തിനാണ് താൻ ഇത്തരത്തിൽ രണ്ടാനച്ഛൻ തന്നോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്ന് പോലും ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമായിരിക്കില്ല എന്നും കൂടി നമുക്ക് പറയാം. മറ്റൊരു വാർത്ത, ഇന്ന് രണ്ടാനച്ഛൻ്റെ മറ്റൊരു ക്രൂരതയാണ്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഒപ്പം കിടന്നുറങ്ങി പതുക്കെ എഴുന്നേറ്റ് വീടിന് തീയിട്ട് രണ്ടാനച്ഛൻ. ഓട് പൊളിച്ച് അനുജത്തിയെ രക്ഷപ്പെടുത്തി 12 വയസ്സുകാരൻ. പത്തനംതിട്ട കോന്നിയിലാണ് രണ്ടാനച്ഛൻ വീടിന് തീയിട്ടതോടെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഉറങ്ങിക്കിടക്കുന്ന മുറിക്കുള്ളിൽ നിന്നും അനുജത്തിയെ സാഹസികമായി രക്ഷിച്ച് സഹോദരൻ. ഭാര്യയെയും മക്കളെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷം രണ്ടാനച്ഛനായ വടശ്ശേരിക്കര അരീക്കാവ് സ്വദേശിയായ തെങ്ങുംപള്ളിയിൽ സിജു പ്രസാദ് വീടിന് തീയിടുകയായിരുന്നു. ആളിപ്പടർന്ന തീക്കുള്ളിൽ നിന്ന് അനുജത്തിയെ വലിച്ചെടുത്ത് വീടിന്റെ കഴുക്കോലിൽ തൂങ്ങി ഓട് പൊളിച്ചാണ് സഹോദരൻ പുറത്തിറക്കിയത്. പൊള്ളലേറ്റെങ്കിലും കുട്ടി അമ്മയെയും മുകളിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് പൊള്ളലേറ്റ അമ്മയെ നാട്ടുകാരാണ് കതക് തകർത്ത് പുറത്തിറക്കിയത്. സിജു പ്രസാദ്, ഭാര്യ രജനി, മകൻ പ്രവീൺ, ഇളയ മകൾ എന്നിവരെയാണ് മുറിക്കുള്ളിലിട്ട് പൂട്ടിയ ശേഷം തീപ്പന്തമെറിഞ്ഞ് കത്തിച്ചത്. കോന്നി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. പൊള്ളലേറ്റ രജനിയും മകനും കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിക്ക് പരിക്കില്ല. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന സിജു രാത്രി പുറത്തിറങ്ങി മുറിയിലേക്ക് ടിന്നർ ഒഴിച്ച ശേഷം വെന്റിലേഷനിലൂടെ തീപ്പന്തം എറിയുകയായിരുന്നു. ടിന്നർ ദേഹത്ത് വീണതോടെ പ്രവീൺ എഴുന്നേൽക്കുകയായിരുന്നു. ഇതിനിടെ തീ പടർന്നു. വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിൽ ഉയർന്നതോടെ അയൽപ്പക്കത്തുള്ളവർ ഓടിക്കൂടുകയായിരുന്നു. കതക് പൊളിച്ചാണ് രജനിയെ രക്ഷപ്പെടുത്തിയത്. കുടുംബകലഹമാണ് തീരാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു. ഏതായാലും ഇതും തലധാരിടയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന അമ്മയും 2 മക്കളും കൃത്യമായിട്ട് ആ 12 വയസ്സുകാരൻ ആ സമയത്ത് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയില്ല എന്നെങ്കിൽ 3 ജീവനുകളായിരുന്നു അവിടെ മരണപ്പെടുക. ഏതായാലും തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു.